ഹലോ ഓൾ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു ടോക്ക് ഷോ ത്രൈവ് വിത്ത് ട്രൈസോഷ്യോ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഈ ഒരു ടോക്ക് ഷോയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുടെ ജേണി, അതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ A to Z കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നതാണ്. ഇതിന്റെ ആദ്യത്തെ എപ്പിസോഡായ ഇന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിംഗ് കൺസൾട്ടന്റ് ആയ മിസ്റ്റർ ലിജിലാണ്. ടൈറ്റൻ പോലുള്ള ബ്രാൻഡുകൾക്ക് മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്നത്തെ ഞങ്ങളുടെ എപ്പിസോഡിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് കൊറോണയ്ക്ക് ശേഷമുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് ഗ്രോത്ത് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ലിജിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. Hey Lizel, thanks for joining. ഈ ഒരു വർക്കിംഗ് ടൈമിന്റെ ഇടയിൽ ഒരു 30 മിനിറ്റ്സ് നമുക്ക് വേണ്ടി സ്പെയർ ചെയ്തതിൽ താങ്ക്സ് എ ലോട്ട്. ഞങ്ങളുടെ ഈ ഒരു ടോക്ക് ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡിലെ ഗസ്റ്റ് ആണ്. സോ യു ആർ സ്പെഷ്യൽ. പിന്നെ ഞാൻ ലിജിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ എന്താണ് വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ ഞാൻ കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ലിജിൽ എന്താണ് ചെയ്യുന്നതെന്നും അവർ ജോബ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത് ചെറിയൊരു രീതിയിൽ ഒന്ന് പറയാമോ? So hi Srijit, thanks a lot for having me. അപ്പോൾ ഒരു ബ്രാൻഡിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ A to Z ജേർണി കവർ ചെയ്യുന്നതാണ് വിത്ത് എ ഡിജിറ്റൽ സെൻട്രിക് അപ്രോച്ച്. അപ്പോൾ അതിൻ്റെ ഇൻസെപ്ഷനിൽ നിന്ന് അതിൻ്റെ ബ്രാൻഡ് പെർസെപ്ഷനിലേക്കുള്ള ജേർണിയാണ്. അപ്പോൾ ഒരു പുതിയൊരു ഐഡിയ, ഒരു തോട്ട് പ്രോസസ്സിനെ ഒരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ജേർണി അല്ലേ. ഒരു ചെറിയൊരു ഫേമിൽ നിന്ന് അതിനൊരു വലിയ ബ്രാൻഡാക്കി കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നു. പ്ലസ് അതിൻ്റെ കൂടെ അതിൻ്റെ മാർക്കറ്റിംഗ് സർവീസസും അതിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിനെ വളർത്തിയെടുക്കാനുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കൊടുക്കുന്നു. അതെ, നമ്മൾക്ക് ഒരു ബ്രാൻഡ് നമ്മുടെ അടുത്ത് വരുമ്പം അവരുടെ അടുത്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ടാവും. അപ്പൊ അത് മാർക്കറ്റിൽ എങ്ങനെ പിച്ച് ചെയ്യാൻ പറ്റും, ആ സർവീസിന്റെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ കൺസ്യൂമറിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, കൺസ്യൂമർ അവയർനെസ് ആൻഡ് പെർസെപ്ഷൻ ആ ബ്രാൻഡിനെ കൊണ്ട് എന്തായിരിക്കണം. ഞാൻ ആ ബ്രാൻഡിനെ പറ്റി ചിന്തിക്കുമ്പം എൻ്റെ മൈൻഡിൽ എന്താണ് തോട്ട് വരേണ്ടത്, എന്ത് ഇമോഷനാണ് ഇവോക്ക് ചെയ്യേണ്ടത്, ആ ഒരു ജേർണിയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്തെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ലോക്ക്ഡൗൺ എങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നുള്ളത്. നിങ്ങളിപ്പം നാട്ടിലാണ് എന്ന് പറഞ്ഞു. സോ എങ്ങനെയാണ് വർക്ക് ഫ്രം ഹോം, പേഴ്സണൽ ലൈഫ് എല്ലാം പോകുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ? ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇത് എനിക്ക് കുറച്ച് മെന്റലി ചാലഞ്ചിങ് ആണ് ഇപ്പം ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ മുതൽ. ബിക്കോസ് ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനില്ല വർക്ക് ചെയ്യുമ്പോൾ. പ്രീവിയസ്ലി ഞാനൊരു കോവർക്കിംഗ് സ്പേസിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വെച്ചാൽ കുറെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൾക്കാർ മീറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് ഫീൽഡ്സ് കമ്മിങ് ടുഗെദർ. അപ്പോൾ റിയലി ക്രിയേറ്റീവ് ആൻഡ് ആംബിഷ്യസ് പീപ്പിൾ ആയിരിക്കും. അപ്പോൾ അവരെ ഒരു എനർജി ലെവലും അവരെ വൈബും ഒക്കെ ആകുമ്പോൾ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും നമ്മൾ വർക്കിൽ. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഐ മീൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. വേറെ ചാലഞ്ചസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ കണ്ണൂർ എത്തിയത് ലോക്ക്ഡൌണിന് മുമ്പേ ആണ്. 7 days മുമ്പേ ജസ്റ്റ് ഒരു മിനി വെക്കേഷൻ പോലെ വന്നതാണ്. എനിക്ക് ഇവിടെ കുടുങ്ങിപ്പോയതാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലെ ക്ലോത്ത്സിലും കാണില്ല. ഞാൻ ഇതിലാണ് നിങ്ങളെ ഇന്റർവ്യൂ തരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ലിജിൽ, നമ്മുടെ ഈ ഒരു ടോക്ക് ഷോയുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പോസ്റ്റ് കൊറോണ എങ്ങനെയായിരിക്കും, ഹൗ വിൽ ബി ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേൾഡ് റിയാക്ടിങ്. നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെതായാലും ക്ലയൻറ്റ് സൈഡിലെ പ്രൊജക്ട്സിൻ്റെതായാലും. അപ്പോൾ അതിൻ്റെ ഒരു റെലവൻസി ഇപ്പോൾ ഭയങ്കരമായിട്ടുണ്ട്. ബിക്കോസ് ദർ ആർ ലോട്ട്സ് ഓഫ് ഡിസ്കഷൻസ്, ദർസ് എ ലോട്ട് ഓഫ് ആർട്ടിക്കിൾസ് കമ്മിങ് ഔട്ട്. കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല, ക്ലയൻസ് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വെട്ടിക്കുറക്കും. അപ്പം അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഫേക്ക് ന്യൂസുകളൊക്കെ കാണുന്നുണ്ട്. സോ ലൈക്ക് ഫ്രം യുവർ പോയിന്റ് ഓഫ് സൈഡ്, യുവർ എക്സ്പീരിയൻസ് എന്ത് തോന്നുന്നു? ലൈക്ക് പോസ്റ്റ് കൊറോണ എങ്ങനെയായിരിക്കും, ഹൗ വിൽ ബി the digital marketing industry reacting towards it?
സി ചേഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും കാണുന്നില്ല. ഡിജിറ്റൽ ഇസ് എ വെരി സെക്യൂർ മാർക്കറ്റ് റൈറ്റ് നൗ ആൻഡ് ദ ഫ്യൂച്ചർ ഈസ് ഡിജിറ്റൽ ഡെഫിനറ്റ്ലി. സോ അതിൽ യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. സോ വാട്ട് ദ ചേഞ്ച് ഐ സി ഈസ് ഒരു വാല്യൂ ഫോർ മണി ഫീലിംഗ് കുറച്ചധികം വരാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ക്ലയൻസ് വുഡ് ഹോൾഡ് ദി ഏജൻസീസ് മോർ റെസ്പോൺസിബിൾ വെൻ ദി സ്പെൻഡ് ദ മണി. ഒരു ROI നമ്മളെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ തുടങ്ങും. ആദ്യം നോക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് അതിന്റെ ഒരു ഫീലിംഗ് കുറച്ചും കൂടി വരും ബിക്കോസ് ദേ വിൽ ബി കെയർഫുൾ വൈൽ സ്പെൻഡിങ് ദർ മണി. ഇപ്പോൾ കൊറോണ അവരെ ഇൻഡസ്ട്രീനെ എഫക്ട് ചെയ്തിനോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലൈക്ക് ഒരു സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ആണെങ്കിൽ ദേ വുഡ് ഹോൾഡ് ദ ഏജൻസി മോർ അക്കൗണ്ടബിൾ ഇസ് വാട്ട് ഐ ഫീൽ. But that's not necessarily a bad thing, okay? Because കുറെ മീഡിയം സൈസ്ഡ് ബ്രാൻഡ്സ് വലിയ ഏജൻസിക്കായിരുന്നു പണ്ട് വർക്ക് കൊടുക്കല്. ലൈക്ക് അതിന്റെ ഒരു ബ്രാൻഡ് ഫീലിംഗ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ആ ബ്രാൻഡ് ഓഗിൽവിന്റെ ഒപ്പം അസോസിയേറ്റഡ് ആണെന്ന് പറയുന്നത് അവർക്കൊരു ഒരു പ്ലസ് പോയിന്റ് പോലെ ഒരു സംഭവമാണല്ലോ, ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ ആണ്. ഇൻഡസ്ട്രിയിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് they would go for more talent. I mean, not that the big agencies don't have talent, it's just that that value for money. ഇപ്പൊ അവര് ബിഗ് ഏജൻസീസ് ഒരു 3-4 lakh ആണ് റീറ്റെയിനർ എമൗണ്ട് ചാർജ് ചെയ്യുന്നതെങ്കിൽ പെർ മന്ത്, ചെറിയ ഏജൻസീസ് അല്ലെങ്കിൽ എന്നെ പോലത്തെ ഇൻഡിപെൻഡന്റ് കൺസൾട്ടൻസ് they are charging way less. So നമ്മളെ വർക്ക് ക്വാളിറ്റി on par anangli with those bigger agencies, then there is a lot of work that is going to trickle down to smaller agencies and independent consultants. So that's a good thing. True. Just like big players, middle-sized companies okay have equal opportunities vannu thodangum. So directly that will connect it to the employment also. Yeah, correct. Because നമ്മളൊരു പ്രോഡക്റ്റ് ബേസ്ഡ് ബ്രാൻഡ് ആണെന്ന് വെച്ചോ, അപ്പൊ അവരെ ബിസിനസ് മൊത്തം അഡ്വർടൈസിംഗിലാണ് റൺ ചെയ്യുന്നത്. ഇപ്പൊ എൻ്റെ ഒരു പ്രോഡക്റ്റ് ഓൺലൈൻ ആരും കണ്ടാൽ മാത്രമേ അവര് ലൈക്ക് ഇൻസ്റ്റന്റ് പർച്ചേസ് നടത്തൂ. അപ്പൊ ഇങ്ങനത്തെ ബ്രാൻഡ്സിന് അഡ്വർടൈസിങ് ഒഴിവാക്കാൻ പറ്റൂല, എസ്പെഷ്യലി ഡിജിറ്റൽ ഫ്രണ്ട്, ബിക്കോസ് ദേ റീച്ച് ദി കൺസ്യൂമർ ലൈക്ക് സ്ട്രേറ്റ് ഫോർവേഡ്, ഡയറക്റ്റ് ആൻഡ് റിയലി ഫാസ്റ്റ്. സോ that money is going to come in. Appo adile there's not going to be a difference. വളരെ കറക്റ്റ് ആണ്. ഇൻഫാക്ട് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയാം, ഇറസ്പെക്റ്റീവ് ഓഫ് ചിലപ്പോൾ വലിയ കമ്പനീസ് ആയിരിക്കാം, ബട്ട് അല്ലെങ്കിൽ സ്മോൾ ഓർ മീഡിയം സൈസ് റീറ്റെയിൽ ഏജൻസീസ് ആയിരിക്കാം, ബട്ട് ആസ് എ ഹോൾ the opportunities remains the same because the competition is becoming more and more. So as a whole the employment opportunity remains intact. അതെ, ഡിജിറ്റലിന്റെ ഫ്യൂച്ചർ വളരെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് തന്നെ പോകുന്ന യാതൊരു ഡൗട്ടും ഇല്ല ഇൻഡസ്ട്രിയിൽ. ബിക്കോസ് അതിപ്പം ന്യൂ ഇന്നോവേഷൻസ് ആയാലും ലൈക്ക് VR, AR, any new concept that is coming in, everything would be in this digital space. The next level of advertising is still going to continue in this digital space. അപ്പോ അതില് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആക്ച്വലി നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, ഒരു ടെക്നോളജി ആണെങ്കിലും ഇനിയല്ല മാർക്കറ്റിംഗ് കോമ്പറ്റീഷൻ ആണെങ്കിലും, അപ്പോൾ വി ആർ കൺക്ലൂഡിങ് ദ ടോപ്പിക്. നമുക്ക് ഒരു ഐഡിയ ഉണ്ട് ഇപ്പം തന്നെ, ഒരു കൺക്ലൂഷൻ കിട്ടിക്കഴിഞ്ഞു, ലൈക്ക് വാട്ട് വുഡ് ബി ദ ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് പെനട്രേഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇന്റർനെറ്റിന്റെ റീച്ച് നോക്കിയാൽ ഇപ്പൊ നമ്മളെ റിമോട്ട് പാർട്സ് ഓഫ് ദ കൺട്രിയിൽ വരെ യൂസേജ് കാണുന്നുണ്ടല്ലോ, ബിക്കോസ് ഓഫ് പ്ലേയേഴ്സ് ലൈക്ക് ജിയോ ആൻഡ് ഓൾ. സോ ഇന്ത്യ ഇസ് ബിക്കമിങ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൺസ്യൂമേഴ്സ് ഓഫ് ദി ഇന്റർനെറ്റ്. അപ്പോൾ ഈ ഒരു ബൂം എവിടെയും പോകാൻ പോകുന്നില്ല. ഇറ്റ്സ് ഓൺലി ഗോയിങ് ടു ഗെറ്റ് ബെറ്റർ. So this is why top level they have more information than us. Big players like Facebook and Amazon. See, Facebook is investing in Jio, right? And Amazon might be investing in Bharti Airtel, because these are new things that are going to come up, like small shop owners, the way of transaction, especially after Corona, cash transactions, because
infection and all. It's not because of corona. നമ്മളെ പ്രസന്റ് ഗവൺമെന്റ് ഡിമോണിറ്റൈസേഷൻ മുതലേ പേപ്പർലെസ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് അഡ്വക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ആ ഒരു സ്ലോഗൻ ദാറ്റ് it requires most of our transactions and communications and all your statements, everything to be digital. So that's why I think there is a really interesting future ahead. What we see right now is only going to increase on our way forward. അതെ 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 ആക്ച്വലി കൊറോണ കാരണം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റിന്റെ ഒരു ലോക്ക്ഡൗൺ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇത് നമ്മുടെ കൂടെ തന്നെ. സോ അതിന്റെ ഒരു ഡിപ്പായിട്ട് മാത്രം ഇത് കണ്ടാൽ മതി അല്ലേ? അത് മാത്രമല്ല, നമ്മളിപ്പം കറണ്ട് ടൈംസ് തന്നെ ഞാൻ ട്രഡീഷണൽ മീഡിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു എക്സ്പെൻസീവ് അല്ല, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താലും ഒരു 1-2 CR ഒരു ആഡ് ഉണ്ടാക്കിന്ന് വെച്ചു ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ആഡ് ആസ് എ ബ്രാൻഡ് ഞാൻ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിനുവേണ്ടി സെപ്പറേറ്റ് ഡിജിറ്റൽ ക്യാമ്പയിൻ ഉണ്ടാക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ഡിജിറ്റൽ വിങ്ങും ഉണ്ടാവും. ദർ വിൽ ബി എ ഡിജിറ്റൽ എക്സ്റ്റൻഷൻ ഓഫ് ദാറ്റ് സെയിം ക്യാമ്പയിൻ. ബിക്കോസ് ഇപ്പം ഇഫ് ഐ വാണ്ട് പീപ്പിൾ ടു ടോക്ക് അബൌട്ട് മൈ ക്യാമ്പയിൻ, ഇവർ എവിടെയാണ് സംസാരിക്കാൻ പോകുന്നത്? ഡിജിറ്റൽ സ്പേസിലാണല്ലോ. ഞാനൊരു നല്ല ആഡ് കണ്ട് അതിനെപ്പറ്റി എനിക്കൊരു അഭിപ്രായം ആണെങ്കിൽ ഐ വിൽ വോയിസ് മൈ ഒപ്പീനിയൻ ഇൻ ദ ഡിജിറ്റൽ സ്പേസ്, വേറെ എവിടെയല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് എ മാൻഡറ്ററി ബ്രാഞ്ച് that all the brands have to invest their money in. So there is nothing to be worried on the future of digital. ഓക്കെ, ലിജിൽ, നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഫുൾ ടൈം ആയിട്ട് അല്ലെങ്കിൽ പാർട്ട് ടൈം ഫ്രീലാൻസിങ് ബിസിനസ് പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. സോ ബീങ് എ സക്സസ്ഫുൾ ഡിജിറ്റൽ മാർക്കറ്റർ, ലിജിലിനോട് ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ ലൈക്ക് വൈ ഡിഡ് യു ചൂസ് ദിസ് കരിയർ, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ലിജിൽ വരാനുള്ളായിരുന്ന ഒരു കാരണം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് ബ്രീഫായിട്ട് പറഞ്ഞു തരാമോ? യെസ്, ഞാൻ ഡിജിറ്റലിൽ വന്നിട്ട് ഒരു 6-7 years ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ടൈം പോലെ തന്നെ അന്നേരം എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, എന്താണ് യൂസർ ബിഹേവിയറിൽ എന്തെല്ലാം ചേഞ്ചസ് വരാൻ പറ്റുമെന്ന് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. Because that market was not that open to digital at that point of time. Google, Facebook were the main players, and they were just like trying to reach maximum people. But our excitement ഉണ്ടായിരുന്നു to see where this new platform where this new wave of digital is going to take us as advertisers. ഓക്കെ, ലിജിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജേർണി അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂർ ആണല്ലേ? ഓക്കെ, കൂൾ. സോ ആ സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ട്രെയിനിങ് സർട്ടിഫിക്കേഷൻസ് അങ്ങനെയൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്നോ, ചെയ്തിട്ടുണ്ടായിരുന്നോ? അതോ ഡയറക്റ്റ്ലി ഏതെങ്കിലും ഏജൻസി അല്ലെങ്കിൽ കമ്പനിയുടെ അണ്ടറിൽ പോയിട്ട് ഡയറക്റ്റ്ലി വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുകയായിരുന്നോ? അങ്ങനെയായിരുന്നോ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇല്ല, ആ ഒരു കാലത്ത് ഡിജിറ്റൽ പഠിപ്പിക്കുന്നത് ഏജൻസി അങ്ങനെയൊന്നും തുടങ്ങിയിട്ടില്ലെന്ന്. ബിക്കോസ് അന്നേരം ഡിജിറ്റൽ ഉണ്ടായ സീനിയർ പ്ലേയേഴ്സ് തന്നെ ഒരു മാക്സിമം 3.5 years എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പം ദീസ് ടോപ്പ് ഹയറാർക്കിയൽ പീപ്പിൾ ഓൺലി നോ സോ മച്ച് അബൌട്ട് ഡിജിറ്റൽ അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പൊ അവർക്ക് ഞാൻ പഠിപ്പിക്കാൻ, ഞാൻ മെന്റർ ആവാന്നില്ല, ആ ഒരു മെന്റാലിറ്റിയിലേക്ക് അവരെത്തിയിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ ഞാൻ പഠിച്ചത് the best path I found to understand entire digital was to become an account manager. So when you're an account manager, you are responsible for the task to be completed from A to Z. So നിങ്ങളെ ഓരോ ടീമുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പം ആ ടീമിന്റെ വർക്ക് naturally you'll absorb it more. So that is the route I took. ലിജിൽ, കറന്റ് സിനാരിയോ വെച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കാം. യൂട്യൂബ് വേഴ്സസ് ടിക്ടോക്ക്, എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? YouTube versus TikTok, yes, controversial.
ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. നാഷണൽ ലെവലിൽ എന്താ നടക്കുന്നതെന്നും കേരളത്തിൽ എന്താ നടക്കുന്നതെന്നും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു വളരെ ഷോക്കിംഗ് ടെറിട്ടറിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എസ്കലേറ്റിംഗ് ടു എ ഹേറ്റ് ടെറിട്ടറി വിച്ച് ഐ ഡോണ്ട് subscribe to. I would like to stay away from that whole shift of content turning into hate speeches and all. I don't agree to that. I think till the time it's kept to an entertainment level, എല്ലാവർക്കും നല്ലതാണ്. രണ്ട് പ്ലാറ്റ്ഫോമിനും ഈക്വലി opportunistic ആണ് ഈ ടൈം, ബട്ട് it has to be in that healthy space. യെസ്, ഈ ഒരു കോൺട്രവേഴ്സി കാരണം യൂട്യൂബിലും ടിക്ടോക്കിലും ഇപ്പോൾ ദർ ആർ നൗ മോർ സൂപ്പർ ഹീറോസ് ആൻഡ് ദർ ആർ സം വില്ലൻസ് ഓൾസോ അൺഫോർച്ചുനേറ്റ്ലി. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു നാരറ്റീവ് ലെവലിൽ നോക്കിയാൽ ഇതൊരു സ്റ്റോറി ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഭയങ്കര എന്റർടൈനിങ് ആണ്. ബട്ട് ദെൻ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ട്രാൻസെൻഡിങ് ഇൻ ടു എ റിയലി നെഗറ്റീവ് സ്പേസ്, which is not good for people's mental health in the long run. അത് ഇപ്പോൾ ഓഡിയൻസ് ആയാലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരായാലും ഇറ്റ്സ് ജസ്റ്റ് നോട്ട് കൂൾ. ആൻഡ് ലൈക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ലെവലിൽ നോക്കിയാൽ നമ്മളിപ്പോ ഒരു പ്ലാറ്റ്ഫോമിൽ there are a lot of people coming in just to say an opinion on this, right? അപ്പോൾ നമ്മൾ കുറെ ക്രിയേറ്റേഴ്സിനെ കാണുന്നുണ്ട്, they are diving in to give their opinions on this particular issue. So why not utilize this time, utilize this opportunity to create something good out of it? This influencer space, there is a whole new category of digital that has come up in the past few years, which is influencer marketing. So ningalore good healthy number of following until you can be a really good influencer and you can make a really decent amount of money out of it. This space is not going to go away at least the next foreseeable future. I think probably like 4-5 years it's going to wait strong until people get something else to obsess with. യെസ്, ആക്ച്വലി ഈ ഒരു ഡിബേറ്റ് സ്റ്റാർട്ട് ആവാൻ തന്നെ കാരണം എന്ന് പറയുന്നത് ഇറ്റ് വാസ് വിത്ത് റെസ്പെക്ട് ടു ദ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റിയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇതിൻ്റെ ഒരു സ്റ്റാർട്ട്. ബട്ട് ദെൻ ഫ്രം ദ ക്യാമ്പയിൻ ടുക്ക് പ്ലേസ്, പിന്നെ അത് ഇപ്പം ഒരു ഹേറ്റഡ് ലെവലിലേക്ക് മാറി. അതിൻ്റെ ആ ഒരു വൈ ഡിഡ് ദ സ്റ്റാർട്ട്, അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഇത് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പം ഓവറോൾ. ഇല്ല, ബട്ട് ഐ ഡോണ്ട് ഗെറ്റ് ദിസ് thing of bringing down one particular platform like that. Like, I get it. There is a lot of cringe content on TikTok because advertisers are everywhere, right? You should be thinking how to leverage these advertisers, how to make money out of it. There is a scope for a lot of creativity. I've been following the American market on TikTok, and they are doing a lot of creative content. There is a lot of cheesy content as well. It's not just over here, but then ഈ ഒരു ലെവൽ ഓഫ് ക്രിഞ്ച് നമ്മൾ ഇന്ത്യയിൽ മാത്രമേ കാണുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് എ പ്രോബ്ലം വിത്ത് ദ പീപ്പിൾ, ഐ ഗെസ്. ഐ മീൻ, യു കാൻ blame it on the platform. These are your people, these are our people who are doing it. So just be a little more open-minded, just be more accepting, and instead of bringing down something, try and leverage it. It's a great platform. It's $1 billion enterprise. It's not going away anywhere soon. ഓക്കെ ലിജിൽ, അപ്പോൾ നമുക്ക് ബിഫോർ എൻഡിങ് ദിസ് എപ്പിസോഡ് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഫ്രഷേഴ്സ്, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതർ പീപ്പിൾസ്, അവർക്ക് എന്ത് ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ബീങ് എ എക്സ്പീരിയൻസ് പേഴ്സൺ, ലൈക്ക് വാട്ട് അഡ്വൈസ് യു വുഡ് ലൈക്ക് ടു ഗിവ് ദം ടു ബി എ സക്സസ്ഫുൾ ഡിജിറ്റൽ മാർക്കറ്റർ? ഡിജിറ്റൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരോട് എനിക്ക് ഇതന്നെയാ പറയാനില്ലേ. ഇറ്റ്സ് യു റിയലി നീഡ് ടു ബി പാഷനറ്റ് about this field. You need to be a really curious person. You need to have the right amount of creativity and skill set. So don't worry about the knowledge part. It'll come as you learn, but you really need to be invested in it. I mean, you can't just take it for granted. The main thing I have to say is don't just stick to one thing. Learn everything. It's really important to learn everything about digital. You can't just be expert in one thing. You can't be
like an SEO person who doesn't know anything about writing content. So it's important, you know how to run ads, you know how to, you don't need to learn, you know, really deeply, but you just need to have an understanding of everything. So, you know, make utilize of platform, make use of Google, make use of, you know, academy like Srijit's. There are a lot of people who are doing good in this field, and I hope you guys continue to teach people and, you know, encourage youngsters to come in and contribute. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് ജേണിയൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ടോക്ക് ഷോ മിസ് ചെയ്യാതിരിക്കുക. ഞങ്ങളുടെ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് മിസ് ചെയ്യാതിരിക്കാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.